താമരക്കുളം പേരൂർ കാരാഴ്മ 118 നമ്പർ അംഗനവാടിയുടെ ഉദ്ഘാടനം നടന്നു. കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു. താമരക്കുളം പേരൂർ കാരാഴ്മ 118 നമ്പർ അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു. കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു. 118 നമ്പർ അംഗൻവാടി സ്മാർട്ട് അംഗൻവാടിയായി നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കാൻ പോവുകയാണ്. 15 ലക്ഷം രൂപ MP ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ICDS പഞ്ചായത്തും ചേർന്ന് ഈ സ്മാർട്ട് അംഗൻവാടി ആക്കുവാൻ വേണ്ടിയുള്ള ഈ കളറിങ്ങും അതുപോലെ തന്നെ AC ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇവിടെ നമുക്ക് സ്മാർട്ട് അംഗൻവാടി ഇതൊരു അംഗൻവാടി മാത്രമല്ല, എയർ കണ്ടീഷനായ AC അംഗൻവാടിയാണ്. അതാണ് സ്മാർട്ട് അംഗൻവാടിയുടെ പ്രത്യേകത. നമ്മുടെ കുട്ടികൾ എയർ കണ്ടീഷൻ ചെയ്ത അംഗൻവാടിയിൽ പഠിക്കാൻ പോവുകയാണ്. അതുകൂടാതെ അതിനകത്ത് TV ഉണ്ട്. TV ഈ അംഗൻവാടി ഹാളിനകത്ത് TV ഉണ്ട്. നമ്മൾ കുട്ടികളെ പലതരത്തിലുള്ള ഒരു TV കാണിക്കുക എന്ന് വെച്ചാൽ സിനിമ കാണിക്കാനല്ല, ഈ പഠിപ്പിക്കുന്നത് തന്നെ TV-യിലൂടെ കാർട്ടൂണുകളും മറ്റൊക്കെ കാണിച്ച് അവരെ താല്പര്യം ജനിപ്പിച്ച് അങ്ങനെ കുട്ടികളെ കൂടുതൽ ഇതിലേക്ക് താല്പര്യം കൊണ്ടുവരുന്ന തരത്തില് സ്ക്രീനിൽ വരുന്ന തരത്തിലാണ് ചെയ്തത്. സ്കൂൾ കെട്ടിടം പണിയാൻ, അതുപോലെ വായനശാല കെട്ടിടം പണിയാൻ, ഇങ്ങനെ നമുക്ക് തികയുന്നില്ല. നമുക്ക് 25 കോടി കിട്ടിയാലും തികയത്തില്ല ഒരു വർഷം. നമ്മുടെ ആളുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ 25 കോടി കിട്ടിയാലും ശരി. പിന്നെ 5 കോടി കിട്ടിയാൽ എങ്ങനെ നമുക്ക് ചെലവാക്കാൻ പറ്റുക? പക്ഷെ നമ്മളൊരു പൈസയും ലാപ്സ് ആക്കിയിട്ടില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ താമസിക്കുമ്പോൾ ഇത് കഴിഞ്ഞ ലോക്സഭാ കാലത്ത് കിട്ടിയ പൈസയാണ്. അത് ആ കാലത്ത് പൂർത്തിയാകാത്തതുകൊണ്ടാണ് ആ പൈസ ബില്ല് മാറായത്. ഇപ്പോഴാണ് ഇനിയാണ് കോൺട്രാക്ടർക്ക് മാറാൻ പറ്റുന്നത്. അപ്പോൾ എന്തെല്ലാം ആക്ഷേപങ്ങൾ ഞാൻ കേട്ടു, എന്തെല്ലാം ആരോപണങ്ങൾക്ക് ഞാൻ വിധേയമായി. അത് കേട്ടിട്ട് കുറെ ആളുകൾ നമുക്ക് എതിരായിട്ട് വോട്ട് ചെയ്തു. 6 കോടി രൂപ അല്ലെങ്കിൽ 7 കോടി രൂപ ലാപ്സാക്കി ഇയാൾ ഇനി MP ആകണ്ട, ഇയാൾ പോട്ടെ, ഇയാൾ ഇനി വേണ്ട എന്ന് പറഞ്ഞ് എനിക്കെതിരായിട്ട് വോട്ട് ചെയ്ത ഒത്തിരി ആളുകളുണ്ട്. ആ പ്രചരണത്തിൽ വിശ്വസിച്ച് 6.5 കോടി അല്ലെങ്കിൽ 7 കോടി രൂപ മണ്ഡലത്തെ അനുവദിച്ച് പോലും ചെലവാക്കാൻ കഴിയാത്ത ഇയാൾ ഇനി എന്തിന് MP ആകുന്നത് എന്ന് പറഞ്ഞ്, എന്തിന് മത്സരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പ്രചരണത്തിൽ വിശ്വസിച്ച കുറെ ആളുകൾ നമുക്കെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് താമരകുളത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു കേന്ദ്ര വിദ്യാലയം വരുമ്പോൾ 2000-ഓളം കുട്ടികൾ നമ്മൾ പഠിക്കും. അതിന്റെ ഗുണവും പഞ്ചായത്തിനാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, എനിക്ക് മുമ്പ് ഒത്തിരി MP-മാർ വന്നുപോയി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വരുന്നതിന് മുമ്പ് എത്ര MP-മാർ ഇവിടെ ഉണ്ടായിരുന്നു? നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യിപ്പിച്ചല്ലേ? ആ MP-മാർ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഭരണ വീട്ടിലോ, കല്യാണ വീട്ടിലോ, ഉത്സവ സ്ഥലത്തോ, പെരുന്നാൾ സ്ഥലത്തോ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നേലേ നിങ്ങൾ എല്ലായ്പ്പോഴും എവിടെയും കാണുന്നത് അല്ലേ? എന്നേലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാനല്ലേ എപ്പോഴും വരുന്നത്? ഏതാവശ്യം ഞാൻ ഓടി വരുന്നത് ഞാനല്ലേ? അപ്പോ ഈ മാങ്ങയുള്ള മാവിലെ എന്ത് ചെയ്യുള്ളൂ, കല്ലെറിയുകയുള്ളൂ എന്നുള്ളതാണ്. MP ഫണ്ടുകൾ ഒരിക്കലും ലാപ്സ് ആകില്ലെന്നും അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എതിർകക്ഷികൾ രാഷ്ട്രീയ പ്രചരണമാക്കിയതിനാൽ വോട്ട് ചോർച്ചയുണ്ടായെന്നും MP പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. വേണു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അനില തോമസ് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രതിനിധികളായ R. ദീപ ജ്യോതിഷ്, T. മന്മഥൻ, P. ബി. ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, ചാരിമൂട്.